ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒറ്റ കളർ ഡ്രസ്സിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എംബ്രോയ്ഡറി ചെയ്യാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നൊരു സൺഫ്ലവറാണ് നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഇതുപോലെ 2 സർക്കിൾ ഞാൻ ഈ ചെറിയ ടൈപ്പ് വള വെച്ചിട്ടാണ് മുകളിലത്തെ സർക്കിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ താഴത്തെ സർക്കിൾ അകത്തൊരു സർക്കിളും കൂടെ വേണം. അതിന് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്ന വലിപ്പം. നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് സർക്കിൾ ചെയ്യാം. കുട്ടികളുടെയൊക്കെ കോമ്പസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതേപോലെ ജസ്റ്റ് മാർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതേപോലെ ജസ്റ്റ് മാർക്ക് ചെയ്ത് ഞാനിങ്ങനെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ മാർക്ക് ചെയ്തത് കാട്ടിത്തരുന്നത്. അല്ലാണ്ട് അങ്ങനെ മാർക്ക് ചെയ്ത് തരണമെന്നൊന്നും ഇല്ല. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. താഴത്തേക്ക് ഇതേപോലെ സ്റ്റെമ്മും വരച്ചിട്ടുണ്ട്. സൈഡിൽ ലീവ്സും നമ്മൾ ഒന്ന് വരച്ചിട്ടേക്കണം കേട്ടോ. വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. ആദ്യം തന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്ലവറിന് നമുക്ക് യെല്ലോ കളറാണല്ലോ, അതിന് ഞാൻ 6 ഇഴയിലാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 6 ഇഴയിലാണ് നൂലെടുത്തിരിക്കുന്നത്. സാധാ നൂല് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 6 ഇഴയിൽ നൂലെടുത്തിട്ട് ആദ്യം തന്നെ നമുക്കത് അകത്തുനിന്ന് നമുക്ക് മീതേക്ക് കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ നടുക്കുള്ള സർക്കിളിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. കണ്ട സെൻറ്ററിൽ ആ സർക്കിളിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് കുത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാനൊന്ന് മനസ്സിലാവാനായിട്ടാണ് ആ മാർക്കിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു മാർക്ക് കണ്ടല്ലോ, അതിലേക്കാണ് കുത്തിയിറക്കുന്നത്. അതായത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കണക്കാക്കിയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റും. അല്ലാണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്ത്. എന്നിട്ട് അത് ഫുള്ളായിട്ട് വലിക്കെടുത്ത് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ ഏകദേശം സെൻറ്റർ കൊണ്ട് നമ്മൾ ആ 2 കുത്തിയില്ല, അതിൻ്റെ 2ൻ്റെയും ഏകദേശം സെൻറ്റർ കൊണ്ട് വേണം ഇവിടെ അകത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഇതേപോലെ കുത്തിയെടുത്തിട്ട് നിൽക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെ ഓരോ ഇതളില്ലേ, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആ ഓരോ പെറ്റലിൻ്റെ രീതിയിൽ നമുക്കിതിങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നൂലൊക്കെ എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് സൂചി കൊണ്ട് തന്നെ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കുത്തി താഴത്തേക്ക് ഇറക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു പെറ്റലിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പെറ്റലിന് വേണ്ടിയിട്ട് ആ ഒരു പെറ്റലിൻ്റെ ഈ ഒരു പോഷൻ കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. കണ്ടല്ലോ, അവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് അടുത്ത വരയല്ല, നമുക്ക് ആ ഒരു ഗ്യാപ്പ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ഒരു ഇതിനെ നമ്മളൊന്ന് കുത്തിയെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് മീതെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒന്ന് കുത്തി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എളുപ്പമാണ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്കാണ് അതേപോലെ തന്നെ ഞാൻ 6 സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്, 6 ഇഴയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മറ്റത് നമ്മൾ ഒരു തനി യെല്ലോ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്തിരി ഓറഞ്ച് വെച്ചാൽ യെല്ലോ തന്നെ കുറച്ച് ഡാർക്കായിട്ട്, ഓറഞ്ചൊന്നും പറയാനായിട്ട് പറ്റില്ല, അതേപോലെ ഒരു കളറാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ ഇപ്പം ചെയ്ത അതേ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്തായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഫ്ലവറിന് ഒരു ഷെയ്ഡ് കൊടുക്കത്തക്ക രീതിയിൽ ഇത് ചെയ്യുന്നത്. മഞ്ഞ കൊണ്ട് തന്നെ നേരത്തെ ചെയ്ത അതേ കളർ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടല്ലോ, ആ ഒരു പെറ്റലിൻ്റെ അകത്ത് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കുത്തിയെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതേപോലെ കുത്തിയെടുത്തു. എന്നിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ മീതേക്ക് തന്നെ നമ്മൾ മീതെ കുത്തിയില്ലേ, അതേപോലെ മീതയിലെടുത്തിട്ട് കണ്ട ഇതേപോലെ നമ്മൾ കുത്തിയെടുത്തിട്ട് ഇത് നേരെ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. അപ്പോൾ ഇതും ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം.
അങ്ങനെ അത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് ഫില്ല് ചെയ്യണമല്ലോ. അതിൻ്റെ വിത്തില്ലേ, ആ സീഡിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് നമ്മൾ ബ്രൗൺ കളർ തന്നെയാണ് നൂലെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് 4 ഇഴയിലാണ്. അപ്പോൾ അത് ചെയ്യുന്നത് ആദ്യമേ ഇതേപോലെ നമ്മൾ ഈ തെറ്റത്തുകൂടെ ചെയ്യുക ഒരു റൗണ്ട്, എന്നിട്ട് അടുത്ത റൗണ്ട് അതിനകത്തായിട്ട് ചെയ്യുക, അതിനകത്ത് വീണ്ടും ഒരു റൗണ്ട്, അതിനകത്ത് അങ്ങനെ ചെയ്തിട്ട് വേണം വരാനായിട്ട്. അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ 4 ാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കുത്തിയെടുക്കുകയാണ്. മീതേക്ക് കുത്തിയെടുത്തിട്ട് നമ്മൾ ഈ നൂലിനകത്ത് തന്നെ ഇത് കണ്ടല്ലോ, 1 2 3 ചുറ്റുക ആ സൂചിക്കകത്ത്. എന്നിട്ട് ആ സൂചി നേരെ തിരിച്ച് അതിനകത്തേക്ക് കുത്തിയിറക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് ആ ഒരു സീഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സീഡിൻ്റെ പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും നോക്കാം. ലീഫിൻ്റെ ചെയ്യാനായിട്ട് 4 ഇഴയിലാട്ടോ നൂലെടുത്തിരിക്കുന്നത്. 4 ഇഴയിൽ ഗ്രീൻ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഗ്രീൻ എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. എന്നിട്ട് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഈ തുമ്പത്തെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ലീഫിൻ്റെ ഒരു ഇത് വരച്ചിട്ടേക്കുക. എന്നിട്ട് ഈ ഒരു തുമ്പത്തെന്ന് വേണം തുടങ്ങാനായിട്ട്. കണ്ടല്ലോ, ആദ്യമേ സെൻറ്ററിൽ ഇങ്ങനെ കുത്തുക. എന്നിട്ട് അതിൻ്റെ ഏകദേശം ആ ഒരു സെൻറ്റർ പോർഷൻ കണക്കാക്കിയിട്ട് ഇങ്ങനൊരു കുത്തു കൊടുക്കുക കേട്ടോ. കുത്തി ഇറക്കുക. എന്നിട്ട് ഇതേപോലെ കുത്തി ഇറക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ആദ്യമേ ചെയ്യുക കേട്ടോ. ആദ്യമേ ഈ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇവിടുന്ന് കുത്തിയിട്ട് വീണ്ടും ആ സെൻറ്റർ പോർഷൻ കണക്കാക്കിയിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതേപോലെ ചെയ്ത് ഇനി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ സൈഡല്ല എടുക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഈ ലീഫിൻ്റെ അതേ രീതിയിൽ നമ്മൾ ഫുൾ ആ ഒരു റൗണ്ടിൽ നമ്മൾ ഫുള്ളായിട്ട് ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ആ ലീഫിൻ്റെ കളറൊന്ന് അതായത് മാറാനായിട്ട് ഞാൻ ആ നൂലിൻ്റെ കളറൊന്ന് മാറ്റിയിട്ടാട്ടോ ചെയ്യുന്നത് രണ്ടിതിനകത്തും. കണ്ടല്ലോ. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ട് വരിക കേട്ടോ. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ വർക്കാണ് ഉള്ളത്. അതിനും ഇതേപോലെ തന്നെ 4 ഇഴ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് സ്റ്റെമ്മിൻ്റെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് കുത്തിയെടുത്ത് അകത്തുനിന്ന് മീതേക്ക് കുത്തിയെടുക്കാം കേട്ടോ. അതായത് അകത്തുനിന്ന് കുത്തിയെടുക്കുന്നത് ആ ഒരു കെട്ടൊക്കെ നമുക്ക് ഉള്ളിൽ പോകാനായിട്ടാണ്. മീതെ ആ കെട്ട് കണ്ടു കഴിഞ്ഞാൽ വൃത്തിയേടല്ല, അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ അകത്തുനിന്ന് എല്ലാം എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് നമ്മളൊന്ന് കുത്തിയെടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇതേപോലെ കുത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയ ആ ആദ്യത്തെ കുത്തിയില്ലേ, അതിനടുത്തായിട്ട് തന്നെ വീണ്ടും ഒന്ന് കുത്തിയെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ കുറച്ചങ്ങോട്ട് കയറ്റി കുത്തുക. എന്നിട്ട് കയറ്റി കുത്തിയിട്ട് ആ രണ്ടാമത്തെ സ്റ്റിച്ച് എവിടെ നിന്നാണോ കണ്ട അവിടുന്ന് നമുക്ക് വീണ്ടും ഒന്ന് കുത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് റിപ്പീറ്റായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൺഫ്ലവറിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എന്താ പറയുക, സിംഗിളായിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ഡ്രസ്സിലൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. നല്ല ലുക്ക് തന്നെയാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൺഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.